ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ 21-ാം ദിനമാണ് ഡിസംബർ 25-ാം തീയതി, ക്രിസ്മസ് ദിനം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേരുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു കളക്ഷൻ വലിയ രീതിയിൽ കുതിക്കുന്ന ഒരു കാഴ്ച തന്നെ. ഇന്നലത്തെ കളക്ഷനിൽ തൊട്ട് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നലെ 503ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 4-ാം വാരത്തിലേക്ക് സിനിമ കടക്കുമ്പോൾ 3-ാം വാരത്തെ അവസാന ദിനത്തിൽ 14,915ഓളം ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് സിനിമ കണ്ടു. 16% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 24,01,138 രൂപ എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അതായത് സിനിമ 42 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടാൻ കഴിഞ്ഞു. തിങ്കൾ ചൊവ്വ ദിനങ്ങളിൽ സിനിമയ്ക്ക് ഏകദേശം 35-38 ലക്ഷം രൂപയോളം നേടാൻ കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ സിനിമയുടെ ഞായർ ദിനത്തിൽ 50 ലക്ഷം രൂപ കഴിഞ്ഞിരുന്നു. ഇവിടെ സമാനമായ രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് കുതിക്കുകയാണ്. നമുക്ക് ഏവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമ മികച്ച രീതിയിൽ പോകും. നല്ല തിയേറ്ററുകൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ഡ്യൂട്ടിയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു 500-ന് മുകളിലുള്ള ഷോകൾ സ്റ്റഡി ആയിട്ട് തന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു. കാരണം ഇവിടെ കുറയ്ക്കാൻ കഴിയില്ല, അത്രത്തോളം ജനങ്ങൾ സിനിമയ്ക്ക് കയറുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതിന് മുകളിലേക്കുള്ള കളക്ഷൻ വരുമെന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 36 കോടി കടന്ന് 37 കോടിയിലേക്ക് സിനിമ നീങ്ങുകയാണ്. എന്താണേലും ഇന്നത്തെ കളക്ഷനോടുകൂടി 37 കോടിയും സിനിമ കടക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 86 കോടി എത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കണക്കുകളിൽ നമ്മൾ കണ്ടിരുന്നു 82.5 കോടിയോളം 2 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് 17 ദിവസങ്ങൾ കൊണ്ട് നേടിയെന്ന് അവർ തന്നെ പറയുന്നു. പിന്നീടുള്ള 3 ദിവസങ്ങളിലെ കേരള കളക്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ 1 കോടിക്ക് മുകളിലാണ്. അപ്പോൾ ഏത് റേഞ്ചിൽ പോയാലും സിനിമ 83.5 കോടിക്ക് മുകളിൽ 20 ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നത്തെ കളക്ഷനൂടെ കടക്കുമ്പോൾ സിനിമ 84 കോടി ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ നടക്കും. അത് കേരള കളക്ഷൻ മാത്രം വെച്ചാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും മികച്ച രീതിയിൽ ബുക്കിംഗ് നടക്കുന്നുണ്ട് സിനിമയ്ക്ക്, അതേപോലെ വിദേശ രാജ്യങ്ങളിലും. ഇനി വരുന്ന വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ ഗൾഫ് മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ നേടുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണം. മിനിമം 1 കോടിയെങ്കിലും ഈ 3 ദിവസങ്ങൾ കൊണ്ട് സിനിമ കളക്ട് ചെയ്യപ്പെടുമെന്നുള്ളത് വിശ്വസിക്കാവുന്ന കാര്യങ്ങളുമാണ്. കാരണം അത്രത്തോളം തിയേറ്ററുകളിലാണ് അവിടെ ഈ ഒരു സിനിമ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് വെടിപ്പായിട്ട് തന്നെ ആ ഒരു കാര്യം ചെയ്യുകയും ചെയ്യുന്നു. ട്രാക്കിംഗ് മുഖാന്തരം സിനിമയ്ക്ക് 30,90,00,000 രൂപ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. എന്തായാലും വമ്പൻ വിജയമായി മാറുകയാണ്. വെറും 10 കോടിക്ക് താഴെ ബഡ്ജറ്റുള്ള മമ്മൂട്ടി ചിത്രം 8 ഇരട്ടിയോളം കാശ് ഇപ്പോൾ തന്നെ നേടിയിരിക്കുകയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളുടെ പട്ടികയിലേക്ക് ഈ സിനിമയും ചേർന്നിരിക്കുന്നു. ഒരു ബ്ലോക്ക് ബസ്റ്റർ മെഗാ ഹിറ്റിലേക്ക് മമ്മൂട്ടി വീണ്ടും എത്തുന്നു. തുടർച്ചയായ 4-ാം വർഷവും മമ്മൂട്ടിക്ക് 50 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ നേടാൻ കഴിയുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സിനിമ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു സിനിമ പ്രസൻറ്റ് ചെയ്യുകയും അഭിനയിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാനുള്ളൂ. ഗ്രേറ്റ് മീഡിയാസ്.